അങ്ങനെ നമ്മുടെ സുധീഷ് നിധിയോട് പ്രണയം മുഴുവനും തുറന്ന് പറയാൻ അവൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഇത് കൊണ്ട് നടന്നിട്ട് കുറേ ദിവസമായി, ഇതൊന്ന് തുറന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത ആശ്വാസം, ഇത്രയും ദിവസം എൻ്റെ മനസ്സിന് ഇതൊരു ഭാരമായിട്ട് കിടക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ പൊന്നാരം കാക്കാൻ വന്നതല്ല, ഞാൻ ഇവിടെ നാട്ടിലേക്ക് വന്നത് എനിക്കൊരു നല്ല ജോലി ആവാൻ വേണ്ടിയിട്ട്, എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച്, അല്ലാതെ നിങ്ങളുടെ കൂടെ ജീവിക്കാനല്ല. നിങ്ങളെപ്പോലുള്ള ഒരു ഫ്രോഡിനോട് എനിക്ക് ഒരിക്കലും പ്രണയം വരില്ല, എനിക്ക് നല്ല ആർക്കും വരില്ല, ഇനി എൻ്റെ കണ്ണ് മുന്നിൽ വന്നു പോരുതെന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. എൻ്റെ ആധാർ കാർഡും വെച്ചിട്ട് നിങ്ങൾ എത്ര ദിവസം എന്നെ പറ്റിച്ച് നടന്നു, ഞാൻ എത്ര പ്രാവശ്യം ആധാർ കാർഡ് ഇല്ലാതെ നാണം കെട്ടുന്നു, എല്ലാം ഫോണിൽ വെച്ചിട്ട് നിങ്ങൾ പറ്റിച്ച് നടന്നില്ലേ, നിങ്ങൾ എത്രമാത്രം ദുഷ്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് നമ്മുടെ നിധി വീട്ടിലേക്ക് തന്നെ മടങ്ങുന്നുണ്ട്. സുധീഷും ബാക്കിൽ വീട്ടിലേക്ക് തന്നെ മടങ്ങുന്നുണ്ട്. എല്ലാവരും കടന്നുറങ്ങിയിട്ടില്ല, എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് സന്തോഷത്തോട് കാത്തിരിക്കുകയാണ് ഇവർ എന്താ പറഞ്ഞ് സുധീഷേട്ടൻ പറഞ്ഞിട്ട് നിധിയെ എടുത്തിയമ്മ എന്താ പറഞ്ഞെന്നൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നിധി വന്നിട്ട് വേഗം റൂമിൽ പോയിട്ട് വാലടയ്ക്കുന്നുണ്ട്. നമ്മുടെ സുധീഷാണെങ്കിൽ വേഗം അടുക്കളയിൽ പോയിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്ന് കിടക്കുന്നുണ്ട്. നമ്മുടെ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താടാ പറഞ്ഞോ എന്ന് പറയുമ്പോൾ ഇല്ല ഏട്ടാ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് വിഷമിച്ചിട്ട് കടന്നുറങ്ങണം. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട്. നമ്മുടെ നിധി സുധീഷിനെ കാണുമ്പോൾ മുഖം അങ്ങോട്ട് തിരിക്കുന്നുണ്ട്, ഒന്നും മുണ്ടാതെ തിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇന്നലെ നിങ്ങൾ രണ്ടാളും പോയി വന്ന ശേഷം പരസ്പരം ഒന്നും മുണ്ടില്ല, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ സുഭാഷേട്ടൻ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നത് നമ്മുടെ സുധീഷ്. എന്തായാലും നിധി പുറത്ത് പോയിട്ട് തുണി തിരുമ്പാൻ പോകേണ്ട. ആ സമയത്ത് നമ്മുടെ സുധീഷ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നിധിയോട്, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലൈസൻസ് ശരിയാവും നിധി, ഞാൻ അതിനുള്ള വഴിയൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയണ്ട, ഞാൻ അതിനെന്ത് ഫ്രോഡാ ചെയ്ത് വെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നിധി വീണ്ടും ചൂടാവുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറഞ്ഞത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയണ്ട. ആ സമയത്ത് നമ്മുടെ നീതി പറയുന്നുണ്ട്, വീട്ടിൽ ആരും അറിയണ്ട, നിങ്ങൾ എത്രമാത്രം ഫ്രോഡ് ചെയ്തിട്ടാണ് നമ്മളെ കല്യാണം നടത്തിയതെന്ന് വീട്ടിൽ അറിഞ്ഞിട്ട് അവർക്ക് നിങ്ങളോടുള്ള മര്യാദ പോകണ്ട, അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ തൽക്കാലം ഞാനും ആരോടും പറയില്ല, നിങ്ങൾ ആരോടും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ സുധീഷിനോട്. എന്തായാലും നമ്മുടെ നിധി ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് പോസ്റ്റ്മാൻ വന്നിട്ട് പറയുന്നത് നിധിയോട് നിങ്ങൾക്ക് ഒരു ലെറ്റർ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നിധി എനിക്കോ എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോകുന്ന സമയത്ത് നിധിക്ക് ആ വീട്ടിലെ അഡ്രസ്സിൽ ഉള്ള ആധാർ വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മുടെ നിധി വിചാരിക്കും എങ്ങനെ എന്താ ഈ അഡ്രസ്സിൽ ആധാർ വന്നതെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സുധീഷ് അങ്ങോട്ട് വരേണ്ട. ആ സമയത്ത് നിധി ചോദിക്കിട്ട് നിങ്ങളാണോ ഈ അഡ്രസ്സിലാക്കിയതെന്ന് ചോദിക്കേണ്ട. അതെ, നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണമെങ്കിൽ നിൻ്റെ ഒരു അഡ്രസ്സ് പ്രൂഫ് വേണ്ടേ, അതുകൊണ്ട് ഈ അഡ്രസ്സിലേക്ക് ഞാൻ ആധാർ ആക്കിയതാണ്, എങ്ങനെ ആധാർ ഈ അഡ്രസ്സിലാക്കിയെന്ന് നോക്കിയ സമയത്ത് വൈഫ് ഓഫ് സുധീഷ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ നിധിക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.